മുകേഷ് വിഷയത്തിൽ സംസ്ഥാന CPIയിൽ ചേരിതിരിവുണ്ടാക്കിയത് ആനി രാജ എന്ന കുറ്റപ്പെടുത്തലുമായി ബിനോയ് വിശ്വം. സംസ്ഥാന വിഷയങ്ങളിൽ ആനി രാജ അഭിപ്രായം പറയേണ്ടത് ബിനോയ് വിശ്വം തുറന്നടിച്ചു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ആനി രാജയെ മറയാക്കി പുതിയ ചേരിതിരിവ് രൂപപ്പെടുന്നത് മുന്നിൽ കണ്ടാണ് ബിനോയ് വിശ്വം സ്വരം കടുപ്പിച്ചത്. ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സംസ്ഥാന CPIയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിച്ചത് ആനി രാജയുടെ ഇടപെടലാണെന്ന കുറ്റപ്പെടുത്തലാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ. ആനി രാജയുടെ പരിധിവിട്ട പ്രതികരണമുണ്ടാക്കിയ സമ്മർദ്ദമാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വരെ വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. എക്സിക്യൂട്ടീവ് ചേർന്നപ്പോഴാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ സമീപനത്തേക്കാൾ മേൽക്കൈ കിട്ടിയത് ആനി രാജയുടെ വാദഗതിക്ക്. മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള വനിതാ നേതാക്കളെല്ലാം ആനി രാജയുടെ അതേ നിലപാടാണ് എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ചത്. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു ചിഞ്ചുറാണിയുടെ 24നോടുള്ള ഇന്നത്തെ പ്രതികരണം. ആർ ബിന്ദുവും വീണ ജോർജുമൊക്കെ കരുതലോടെ പ്രതികരിച്ച വിഷയത്തിൽ മന്ത്രിസഭയിലെ CPIയുടെ ഒരേ ഒരു വനിതാ മന്ത്രി വ്യത്യസ്ത നിലപാടെടുത്തു എന്നതും ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പ്രകാശ് ബാബുവും നേരത്തെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി നിലപാട് സെക്രട്ടറിയേക്കാൾ കരുത്തോടെ പറയുന്ന ഈ പ്രവണത മുകേഷ് വിഷയത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഔദ്യോഗിക പക്ഷം സംശയിക്കുന്നതും അതുകൊണ്ടാണ്. കേരളത്തിലെ പാർട്ടിയുടെ ശാക്തിക ചേരിയിൽ ആനി രാജ എന്ന കരുവിനെ ഉപയോഗിച്ച് കളിക്കാൻ ആരും മുതിരേണ്ടെന്ന് കർക്കശമായി ബിനോയ് വിശ്വം ഇന്ന് തുറന്നടിച്ചത് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനം കൂടി മുന്നിൽ കണ്ടാണ്. ന്യൂസ് ഡെസ്ക് 24.